ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 26-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സ് ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു 20 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അത് നല്ലതുപോലെ മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ഉയർന്ന റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എടുക്കുന്ന ഈ ഒരു ക്ലാസ്സുകളുടെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസും ഇതിൻ്റെ കൂടെ ഈ ഒരു കോഴ്സിനൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇതിൻ്റെ സിലബസ് ഫുൾ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യുക. നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഉടൻ തന്നെ റാങ്ക് ഫയൽ സ്വന്തമാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 മാർച്ചിൽ ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മുഹമ്മദ് ബാക്കർ സൊൽഖാദർ ആണ്. ആരാണ്? മുഹമ്മദ് ബാക്കർ സൊൽഖാദർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു? ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇറാന്റെ എന്താണ് സുരക്ഷാ മേധാവി, അദ്ദേഹം എന്താണ് അന്തരിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? അലി ലാരിജാനി ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, എന്താണ്? അലി ലാരിജാനി. അപ്പോൾ അദ്ദേഹം അന്തരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? മുഹമ്മദ് ബാക്കർ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹമാണ് എന്താണ് ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായിട്ട് നിയമിതനായിരിക്കുന്നത്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക, മുഹമ്മദ് ബാക്കർ സൊൽഖാദർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്തെന്നാണ്. ഓർത്തു വെക്കുക, ഹോപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്താണ്? ഹോപ്പ് എന്നുള്ള രീതിയിൽ പേര് നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ്, ചികിത്സാ സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, ആശുപത്രിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവഴി, അതായത് ഈ ഒരു ഹോപ്പ് സംവിധാനം വഴിയിട്ട്, ചികിത്സാ സംവിധാനം വഴിയിട്ട് ആധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെന്നാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. 1951 സ്ഥാപിതമായത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? പുതിയൊരു ചികിത്സാ സംവിധാനം, ഹോപ്പ് എന്നുള്ള ഈ ഒരു സംവിധാനം എവിടെയാണ് കൊണ്ടുവന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ, അതേപോലെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്കോൾ 1 ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മണിപ്പൂരാണ് ഇത്തരത്തിലൊരു ഒരു ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക, വനസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്കോൾ 1 ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ മണിപ്പൂർ സംസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്, ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്തിടെ നിയമിതനായിട്ടുള്ള വ്യക്തിയാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, യുംനാം ഹേംചന്ദ് സിംഗ് ആണ്. ആരാണ്? യുംനാം. ഓർത്ത് വെക്കുക, എന്താണ്? യുംനാം ഖേംചന്ദ് സിംഗ് ആണ് എന്താണ് മണിപ്പൂർ സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഒരു നിങ്കോൾ 1 ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുന്നത്.
അടുത്തൊരു റെക്കോർഡാണ്, ഒരു ഗിന്നസ് റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെ കീഴടക്കിയത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ്. ആരാണ്? ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? ഏറ്റവും വേഗതയിൽ എന്താണ് 7 അഗ്നിപർവ്വത കൊടുമുടികളെയാണ് അദ്ദേഹം കീഴടക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, വിശാഖപട്ടണത്ത് നിന്നുള്ള ഈ ഒരു വ്യക്തി ഇതിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഇനി എന്താണ് ആ റെക്കോർഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെയാണ് അദ്ദേഹം കീഴടക്കിയിരിക്കുന്നത്. അപ്പോൾ വിശാഖപട്ടണത്ത് നിന്നുള്ള ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു ടാലന്റ് അക്കാദമിയുടെ ക്ലിയറൻസ് സെയിൽ. അപ്പോൾ ഈ ഒരു ഓൾഡ് ബുക്ക് ക്ലിയറൻസ് സെയിൽ തീർന്നോ എന്നുള്ള കുറേ എൻക്വയറീസ് വീണ്ടും വന്നിരുന്നു. ഒരു മാസത്തെ കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ടാലന്റ് അക്കാദമിയുടെ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, അതായത് മുൻവർഷ പബ്ലിക്കേഷൻസ്, അതായത് ബുക്കുകളെല്ലാം നമുക്ക് ഈ ഒരു ക്ലിയറൻസ് സെയിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 99 രൂപ നിരക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ എന്താണ്, മുൻവർഷ PQ ബുക്കുകളായിക്കോട്ടെ, അതേപോലെ മുൻവർഷ റാങ്ക് ഫയലുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഇതിലൂടെ നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. വളരെയധികം സ്പീഡിൽ ബുക്കുകളെല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ ബുക്കിൻ്റെ വെയിറ്റും അതിന് എത്ര രൂപയാകും, ഏതൊക്കെ ബുക്കുകളാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഉടൻ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ടാലന്റ് അക്കാദമിയുടെ ടാലന്റ് പബ്ലിക്കേഷനിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം മിസ്സാക്കാതെ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കുകൾ പർച്ചേസ് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തു വെക്കുക, ഗുജറാത്ത് ആണ്. എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം. ആദ്യത്തെ സംസ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉത്തരാഖണ്ഡാണ് ആദ്യത്തെ സംസ്ഥാനം. 2024 ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം അംഗീകരിക്കുന്നത്. അത് PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ ഇതും ചോദിക്കാൻ നല്ലതുപോലെ സാധ്യതയുള്ളതാണ്. അപ്പോൾ 2ാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഗുജറാത്ത് ആണ്. ഇനി എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. മതം പരിഗണിക്കാതെ വിവാഹമോചനം, പിന്തുടർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒരു നിയന്ത്രണം നിയമം കൊണ്ടുവരുന്നതാണ് ഈ ഒരു ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാക്കുന്ന അംഗീകരിക്കുന്ന 2ാമത്തെ സംസ്ഥാനമാകുകയാണ് ഗുജറാത്ത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഗുജറാത്ത് യൂണിഫോം സിവിൽ കോഡ് 2026 എന്നറിയപ്പെടുന്ന ഈ ഒരു നിയമം ഗുജറാത്തിലെ ആ ഒരു സംസ്ഥാനം മുഴുവനായിട്ടും, അതേപോലെ ഈ ഒരു സംസ്ഥാനത്തിന്റെ പരിധിക്ക് പുറത്ത് വസിക്കുന്ന ഗുജറാത്തിലെ നിവാസികൾക്കും ബാധകമാവുന്നതാണ്. എന്നാൽ പട്ടികവർഗ അംഗങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ചില ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഗ്രൂപ്പുകൾക്കും ഈ ഒരു കോഡ്, അതായത് ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ബാധകമാവുന്നതല്ല. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന സ്വർണ്ണ നാണയത്തിൽ ഇടം പിടിക്കുന്നത് ചിത്രം ആരുടേതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ്. ആരുടെയാണ്? ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന 24 ക്യാരറ്റ് സ്വർണ്ണ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ഒരു അമേരിക്കയുടെ കോയിനിൽ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെടുന്ന 2ാമത്തെ പ്രസിഡന്റ് ആണ്. ആരാണ്? ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് 1926 അമേരിക്കയുടെ 150ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ വാർഷികത്തിന്റെ സമയത്ത് ജോർജ് വാഷിംഗ്ടണിനൊപ്പം കാൽവിൻ കൂളിഡ്ജ്, ആരുടെയാണെന്ന് ഓർത്തു വെക്കുക, കാൽവിൻ കൂളിഡ്ജ്, അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഡൊണാൾഡ് ട്രംപിന്റെയാണ് വരുന്നത്. അത് എത്രാമത്തെ വാർഷികത്തിലാണെന്ന് ഓർത്തു വെക്കുക, 250ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന ഈ ഒരു കോയിനിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം വരാൻ പോകുന്നത്. മറ്റേത് എത്രാമതായിരുന്നു? 150ാം വാർഷികത്തിന്റെ സമയത്താണ്, സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ സമയത്താണ് വന്നത്. അത് 1926 ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ടെസ്ലയും അതേപോലെ സ്പേസ് എക്സും ചേർന്ന് സ്വന്തമായിട്ട് AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനായിട്ട് എലോൺ മസ്ക് പ്രഖ്യാപിച്ച പദ്ധതി ഏതെന്നാണ്. ഓർത്തു വെക്കുക, ടെറാഫാബ് എന്നുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്ലയും അതേപോലെ തന്നെ സ്പേസ് എക്സും ചേർന്നിട്ട് സ്വന്തമായിട്ട് തന്നെ AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അദ്ദേഹം ഇപ്പോൾ
പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക, ടെറാഫാബ് എന്നാണ്. സ്വയം ഓടുന്ന കാറുകൾക്കും അതേപോലെ തന്നെ ഒപ്റ്റിമൈസ് റോബോട്ടുകൾക്കും ഇനി ഭാവിയിലാണെങ്കിൽ ബഹിരാകാശ ഉപഗ്രഹങ്ങൾക്കുമുള്ള ചിപ്പുകൾ നിർമ്മിക്കുകയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക, ടെറാഫാബ് എന്നുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാണ് പ്രഖ്യാപിച്ചത്? ഇലോൺ മസ്ക് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ടെറാഫാബ് എന്നുള്ള പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, ടെസ്ലയും അതേപോലെ സ്പേസ് എക്സും ചേർന്ന് സ്വന്തമായിട്ട് തന്നെ AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, പാകിസ്ഥാൻ ആണ് എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത്. എന്താണ് ഇൻഡെക്സ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 2026 ഇൻഡെക്സ് ആണ് എന്താണ്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാൻ ആണ്. 2ാം സ്ഥാനത്തുള്ളത് ബുർക്കിന ഫാസോയാണ്. എന്താണ്? ബുർക്കിന ഫാസോയാണ് എന്താണ് 2ാം സ്ഥാനത്തുള്ളത്. ഇനി 3ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നൈജർ ആണ് എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ 3ാം സ്ഥാനത്തുള്ളത്. ഇനി ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 13ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 13 ആണ്. 13ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആണ്. ഇനി ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് IEP എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 2026 റിപ്പോർട്ടാണ് നോക്കിയത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആണ്. ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാനാണ്, 2ാം സ്ഥാനത്തുള്ളത് ബുർക്കിന ഫാസോയാണ്, 3ാം സ്ഥാനത്ത് നൈജർ ഉണ്ട്. ഇനി ഇന്ത്യയുടെ സ്ഥാനം 13ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, കക്കാഡു അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, INS നീലഗിരിയാണ്. എന്താണ്? INS നീലഗിരി എന്നുള്ള നമ്മുടെ ഇന്ത്യയുടെ കപ്പലാണ്, നാവികസേനയുടെ കപ്പലാണ് എന്താണ് ഈ ഒരു കക്കാഡു. ഓർത്ത് വെക്കുക, കക്കാഡു അഭ്യാസത്തിൽ പങ്കെടുത്തത്. ഇനി ഈ ഒരു അഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു കൂടി ഓർത്ത് വെക്കുക, ഓസ്ട്രേലിയ ആയിരുന്നു. ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു അഭ്യാസം നടന്നത്. എന്താണ്? കക്കാഡു 2026 കക്കാഡു അഭ്യാസം അല്ലെങ്കിൽ എക്സസൈസ് നടന്നത്. അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? ഓർത്തു വെക്കുക, INS നീലഗിരിയാണ്. ഇനി ഒരു നാഷണൽ റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡ് നേടിയ താരം ആരെന്നാണ്. ഓർത്തു വെക്കുക, ഭരണിക ഇളങ്കോവനാണ്. ആരാണ്? ഭരണിക ഇളങ്കോവനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? പോൾ വാൾട്ടിലാണ് എന്താണ് ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. 4.22 മീറ്റർ ഉയരത്തിൽ ചാടിയാണ് എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ആരാണ്? ഭരണിക ഇളങ്കോവനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇനി ഏത് മത്സരത്തിലൂടെയാണ്? നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് മത്സരത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അതായത് ദേശീയ ഇൻഡോർ അത്ലറ്റിക് മത്സരത്തിലൂടെയാണ്, ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഭരണിക ഇളങ്കോവൻ എന്താണ് ഈ ഒരു ദേശീയ റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഇനി മുമ്പുണ്ടായിരുന്ന റെക്കോർഡ്, ഈ നാഷണൽ റെക്കോർഡ് ആരുടേതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. റോസി മീന പോൾരാജിന്റെ ആയിരുന്നു. ആരുടെയാണ്? റോസി മീന പോൾരാജിന്റെ 2022 നേടിയിട്ടുണ്ടായിരുന്ന 4.21 മീറ്റർ ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന നാഷണൽ റെക്കോർഡ്. അതാണ് ഭരണിക ഇളങ്കോവൻ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായത് ആരെന്നാണ്. ഓർത്തു വെക്കുക, മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? 2026 നടന്ന ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഫൈനലിന് ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ആഴ്സണലിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഫൈനലിലെ ആഴ്സണലിനെ തോൽപ്പിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായി മാറിയിരിക്കുന്നത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾക്ക് മികച്ച രീതിയിൽ പരിശീലിക്കാൻ കഴിയുന്ന വിധത്തിലാണ് റാങ്ക് ഫയലുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 3 വോളിയങ്ങളിൽ വരുന്ന ഈ ഒരു റാങ്ക് ഫയലിൽ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയലുകൾ പർച്ചേസ് ചെയ്യുക. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, 2026 മാർച്ചിൽ ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിതനായത് ആരെന്നായിരുന്നു നോക്കിയത്. മുഹമ്മദ് ബാക്കർ സോൽഖാദർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറാന്റെയാണ് പുതിയ സുരക്ഷാ മേധാവിയായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനം ഏതെന്നാണ്. ഹോപ്പ് എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നിങ്കോൾ വൻ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. മണിപ്പൂരാണ്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു ഗിന്നസ് റെക്കോർഡായിരുന്നു. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയത്
ആരെന്നാണ് ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്നാണ്. ഗുജറാത്താണ്. ഒന്നാമത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന സ്വർണ്ണ നാണയത്തിൽ ഇടം പിടിക്കുന്ന ചിത്രം ആരുടേതെന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ഒരു കോയിനിൽ, അമേരിക്കയുടെ കോയിനിൽ ഇതേപോലെ ചിത്രം ആലേഖനം ചെയ്തു വരുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു പദ്ധതിയായിരുന്നു, എലോൺ മസ്ക് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ടെറാ ഫാബ് എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ടെസ്ലയും അതേപോലെ സ്പേസ് എക്സും ചേർന്ന് സ്വന്തം AI ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അതിനുശേഷം നമ്മൾ ഇൻഡെക്സ് ആണ് ചർച്ച ചെയ്തത്. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ആണ് നോക്കിയത്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. രണ്ടാം സ്ഥാനത്ത് ബുർക്കിന ഫാസോയാണ്. മൂന്നാം സ്ഥാനത്ത് നൈജർ ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം 13 പിന്നീട് നമ്മൾ നോക്കിയത് കക്കാഡു അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതെന്നാണ്. INS നീലഗിരിയാണ്. അപ്പോൾ ഈ ഒരു കക്കാഡു അഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? 2026 ഈ ഒരു അഭ്യാസം നടന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. ശേഷം നമ്മൾ നോക്കിയത് 2026 മാർച്ച് പോൾ വാൾട്ടിൽ ദേശീയ റെക്കോർഡ് നേടിയ താരം ആരെന്നാണ്. ഭരണിക ഇളങ്കോവനാണ്. അപ്പോഴെന്താണ് 4.22 മീറ്റർ ഉയരത്തിൽ ചാടിക്കൊണ്ടാണ് ഈ ഒരു നാഷണൽ റെക്കോർഡ് നേടിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇതായിരുന്നു. 2026 ഇംഗ്ലീഷ് ലീഗ് കപ്പ് ജേതാക്കളായത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ആഴ്സണൽ ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരാണ് ജേതാക്കളായത്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശമ്പളം അടുത്തിടെ താൽക്കാലികമായി വെട്ടിക്കുറച്ച സംസ്ഥാനം ഏതെന്നാണ്. തെലങ്കാന. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തമിഴ്നാട്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. വാട്ടർ ആൻഡ് ജെൻഡർ എന്നുള്ളതാണ് 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം ഇതായിരുന്നു: 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിക്രം കെ ദൊരൈസ്വാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.